എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA പങ്കെടുക്കുന്ന വിശദീകരണ പൊതുസമ്മേളനം ഇന്ന് കോഴിക്കോട് നടക്കും. മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയാണ് പരിപാടിയുടെ സംഘാടകർ. വൈകിട്ട് 6:30 മുതലക്കുളം മൈതാനിയിലാണ് വിശദീകരണ യോഗം. മാമിയുടെ മകളും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. എന്താണ് മാമി തിരോധാന കേസ്? റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ മുഹമ്മദ് ആട്ടൂരിനെ 2023 ഓഗസ്റ്റ് 22 കാണാതായത്. കോഴിക്കോട് YMCA ക്രോസ് റോഡിലുള്ള നക്ഷത്ര അപ്പാർട്ട്മെന്റിൽ നിന്ന് ഓഗസ്റ്റ് 21 ഇറങ്ങിയ മുഹമ്മദ് ആട്ടൂരിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 22 ഉച്ചവരെ അത്തോളിപ്പറമ്പത്ത് തലക്കുളത്തൂർ ഭാഗത്തുള്ളതായി കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇദ്ദേഹം എവിടേക്ക് പോയെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. കാണാതാകുന്നതിന് 2 ആഴ്ച മുൻപ് മാമി നടത്തിയ ദുബായ് യാത്രയും അനുബന്ധ കാര്യങ്ങളും അന്വേഷിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മാമി ഇടപെട്ട അവസാന ഭൂമി ഇടപാടിനിടെയാണ് അദ്ദേഹം ദുബായിലേക്ക് പോയത്. തിരിച്ചെത്തിയ മാമി അത്ര സന്തോഷവാനായിരുന്നില്ലെന്നാണ് കുടുംബം പറയുന്നത്. 300 കോടി രൂപയുടെ ഇടപാടിൽ അദ്ദേഹം ഇടനിലക്കാരനായിരുന്നുവെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. ഇടപാടിൽ തനിക്ക് 20 കോടി ലഭിക്കുമെന്ന് മാമി കുടുംബത്തെ അറിയിച്ചിരുന്നു. ഇത് പ്രകാരം ഇടപാടിന്റെ അവസാന ഘട്ടത്തിൽ വരെ എത്തിയിരുന്നു. എന്നാൽ ഇതിനിടെ മാമിയെ കാണാതായതിന് പിന്നാലെ ഈ ഇടപാട് പൂർത്തിയാവുകയും ചെയ്തു. ദുബായിലേക്ക് പോയ മാമി അവിടെ ആരോടെല്ലാം കൂടിക്കാഴ്ച നടത്തി? യാത്രയിൽ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? മാമിയെ കാണാതായ ശേഷം ആ ഇടപാടിൽ ആരാണ് ഇടനിലക്കാരനായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെ അന്വേഷണ വിധേയമാക്കിയിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. അൻവറിന്റെ ആരോപണം: എല്ലാ സംവിധാനങ്ങളിലും പരാതി നൽകിയിട്ടും പുരോഗതിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് PV അൻവർ MLAയുടെയും മലപ്പുറം മുൻ SP സുജിത് ദാസിന്റെയും ഫോൺ സംഭാഷണം പുറത്തുവന്നത്. ADGP അജിത് കുമാർ ഉത്തരവിറക്കി രൂപീകരിച്ച അന്വേഷണ സംഘത്തിന്റെ തലവനായി നിശ്ചയിച്ചത് മലപ്പുറം SP S ശശിധരനെയായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ കേസന്വേഷണത്തിന്റെ ചുമതലയിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയെ ഒഴിവാക്കി പകരം മലപ്പുറം SPയെ നിയമിച്ചത് എന്തിനെന്ന ചോദ്യവും ഉയർന്നിരുന്നു. മലപ്പുറം SP S ശശിധരൻ ADGPയുടെ സ്വന്തം ആളാണെന്നാണ് ഫോൺ സംഭാഷണത്തിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് മാമി തിരോധാനത്തിന്റെ അന്വേഷണത്തിലും ചില ഇടപെടലുകൾ നടന്നെന്ന് കുടുംബത്തിന് സംശയമുയർന്നത്. 1 വർഷത്തിലേറെയായിട്ടും കേസിൽ ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് ബന്ധമുണ്ടെന്ന PV അൻവറിന്റെ ആരോപണത്തെ തുടർന്നാണ് മാമി കേസ് വീണ്ടും സജീവമായത്. മാമി തിരോധാനത്തിൽ ADGP അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടെന്നാണ് അൻവർ നേരത്തെ ആരോപിച്ചിരുന്നത്. ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് അജിത് കുമാറാണെന്നതിന്റെ തെളിവുകൾ കയ്യിലുണ്ടെന്നും അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും അൻവർ പറഞ്ഞു. വിവാദങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെ അജിത് കുമാർ അവധിയിൽ പോയത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലാണെന്നും അൻവർ പറഞ്ഞിരുന്നു. CPMുമായി അകന്ന ശേഷം അൻവർ ഇന്നലെ മലപ്പുറത്ത് ആദ്യ പൊതുപരിപാടി സംഘടിപ്പിച്ചിരുന്നു. വൻ ജനക്കൂട്ടമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ജനങ്ങളോട് കൂടിയാലോചിച്ച ശേഷമേ പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം തീരുമാനിക്കൂവെന്ന് അൻവർ പറഞ്ഞു. പുതിയ സംഘം: അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ മാമി തിരോധാന കേസ് അന്വേഷിക്കാനായി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചു. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് കുടുംബം കേസ് നൽകിയിരുന്നു. ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IG P പ്രകാശിനാണ്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP U പ്രേമനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കോഴിക്കോട് വയനാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരായ CS ഷാരോൺ, R രതീഷ് കുമാർ, P അഭിലാഷ്, സിബി തോമസ് എന്നിവരും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SPയും അന്വേഷണ സംഘത്തിലുണ്ട്.